നമസ്കാരം. ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം മുഴുവൻ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരുവാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതിതീവ്രമായ നടപടികളാണ് ലോകവ്യാപകമായി വിവിധ തീവ്രവാദ സംഘടനകളായി രൂപപ്പെട്ടിരിക്കുന്നത്. വിവിധ മാർഗങ്ങളിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് പടർന്നു കയറി മസ്തിഷ്ക പ്രക്ഷാളനത്തിലൂടെ ചെറുപ്പക്കാരുടെ ദൗർബല്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവരുടെ മനസ്സിനും ശരീരത്തിനുമൊപ്പം ആ രാജ്യത്തെ തന്നെയും ശിഥിലമാക്കുന്നതാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളുടെ ഇത്തരം നയങ്ങൾ കേരളത്തെയും വിവിധ നിലയിൽ വിഴുങ്ങുവാൻ ഭാവിക്കുകയാണ് ഇപ്പോൾ. കൊന്നും കൊള്ളയടിച്ചും കൊള്ളിവെച്ചും പ്രബുദ്ധ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രൗഢികളെ തൂളികളാക്കി മാറ്റുവാനും ഇവിടെ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികളുടെ ഭീകര പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ദേശീയ സുരക്ഷാ ഏജൻസിയായ NIA വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ രക്ഷകരായിരിക്കുകയാണ്. അതേസമയം തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണമെന്ന ഭരണഘടനാപരമായ അവകാശം ലഭിക്കുമെന്ന് കരുതി തങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച കേരളത്തിലെ ജനങ്ങൾ ഭയചകിതരും നിരാശരുമായി നാളെ എന്ത് ഭവിക്കുമെന്നറിയാതെ അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ്. ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന ഭീകര സംഘടന കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ വേരുറപ്പിക്കുവാൻ നടത്തുന്ന വിവിധ പരിശ്രമങ്ങൾ NIAയുടെ സമുചിതമായ നീക്കങ്ങളോടെ നിർവീര്യമാക്കപ്പെടുകയും തീവ്രവാദികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇതേ ഭീകര പ്രവർത്തനത്തിന് ചെന്നൈയിൽ NIAയുടെ വലയിൽ കുരുങ്ങിയ തൃശൂർ സ്വദേശി നബീൽ അഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോൾ മറനീക്കി പുറത്തു വന്നത് കേരളത്തിലെ സാംസ്കാരികവും സാമുദായികവുമായ സന്തുലിതാവസ്ഥയെ ശിഥിലമാക്കിക്കൊണ്ട് ഇവിടെ കലാപവും രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കുവാനുള്ള തീവ്രവാദ നീക്കങ്ങളുടെ നിർണായക വിവരങ്ങളായിരുന്നു. പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ മതതീവ്രപരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. തീവ്രവാദ ആഭിമുഖ്യമുള്ളവരെ റിക്രൂട്ട് ചെയ്തും തീവ്രവാദ ദൗത്യങ്ങൾ വിശകലനം ചെയ്തും കേരളത്തെ ശിഥിലമാക്കാൻ ഇറങ്ങിയവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഒരു ക്രൈസ്തവ മത പണ്ഡിതനായ പുരോഹിതനെ വധിക്കുവാനും തീവ്രവാദത്തിനുള്ള ധനസമ്പാദനത്തിനായി കേരളത്തിലെ ക്ഷേത്രങ്ങളും ജ്വല്ലറികളും അടക്കം പല സ്ഥാപനങ്ങളും കൊള്ളയടിക്കാനുമായിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളായിരുന്നു അതിനായി അവർ ആദ്യം തിരഞ്ഞെടുത്തത്. ഇതൊന്നും കൂടാതെ കനത്ത ആക്രമണങ്ങൾക്കായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടക വസ്തുക്കളും വിന്യസിച്ചു കഴിഞ്ഞിരുന്നു. കേരളത്തിൽ വ്യാപക സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഈ മലയാളി ഭീകരർ രഹസ്യ കേന്ദ്രങ്ങളിൽ IED ബോംബുകളുടെ പരീക്ഷണ വിന്യാസവും നടത്തിക്കഴിഞ്ഞിരുന്നു. ഇത്രയും ഭീതിജനകമായ വാർത്ത പുറത്തു വന്നിട്ടും കേരളം ഇതുവരെയും അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പെറ്റ് ലവേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ തൃശൂർ സ്വദേശിയായ മറ്റൊരു തീവ്രവാദിയെ NIA പിടികൂടിയപ്പോൾ മുതൽ പുറത്തായതായിരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ ശക്തിപ്പെടുത്താനെന്ന ഭാവത്തിൽ ശക്തമായ തീവ്രവാദ നയങ്ങൾ ഉയർത്തി മതപരമായ ചേരിതിരിവും ഹൈജാക്കിങ്ങുമായി കേരളത്തിൽ വലിയ ജനശക്തിയായി വളർന്നു വന്ന പോപ്പുലർ ഫ്രണ്ടിനെ കീഴടക്കി പൂട്ടിക്കെട്ടുവാൻ NIA കൃത്യസമയത്ത് രംഗത്തിറങ്ങേണ്ടി വന്നു. ദേശീയ പാതകൾ നിശ്ചലമാക്കിയും ടോൾ ബൂത്തുകൾ കയ്യേറിയും കലാപവും ഹൈന്ദവ ക്രൈസ്തവ ഉന്മൂലനവും ഉന്നം വെച്ചും കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ കൊള്ളികളെറിഞ്ഞ അവരുടെ നീക്കങ്ങളെ തക്ക സമയത്ത് ശിഥിലമാക്കിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ വർത്തമാനകാല സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ കൊമ്പൻ പോയ വഴിയെ മോഴയെന്ന് പറഞ്ഞതുപോലെ മറ്റൊരു കൂട്ടർ കേരളത്തെ കത്തിക്കാനും ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിലെ വിലപ്പെട്ട ജീവനുകൾക്ക് വില പറയാനും കാത്തു നിൽക്കുകയായിരുന്നുവെന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങളിൽ ഉളവാക്കിയിരിക്കുന്നത് കനത്ത ഭീതിയാണ്.
കേരളത്തിലെ ആഭ്യന്തര സ്ഥിതിഗതികൾ ഇത്രമേൽ ഗുരുതരമായിരുന്നിട്ടും അതൊന്നും ഇവിടുത്തെ ഭരണകൂടമോ ആഭ്യന്തര വകുപ്പോ അറിയാതെ ഇരിക്കുന്നതും ദേശീയ ഏജൻസികൾ കൃത്യമായി ഇടപെട്ട് കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ വാഗമണ്ണിൽ തീവ്രവാദികൾ ആയുധ പരിശീലനം നേടിയത് മുതൽ കേരളം തീവ്രവാദികളുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. അന്ന് പിടിയിലായ തീവ്രവാദികളുമായി ബന്ധമുണ്ടായിരുന്ന ചിലര് ഭാവം മാറി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായതോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെ കൂടെ കാര്യമായി മാറിയിരിക്കുകയാണ്. ആ വസ്തുതകളെ ഉറപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യയിൽ കാശ്മീരിന് ശേഷം തീവ്രവാദികൾ ഉന്നം വെക്കുന്ന ഏക സ്ഥലം കേരളമാണെന്ന് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ തീവ്രവാദികൾ നീക്കം നടത്തിയപ്പോഴൊക്കെ കേരളത്തിൻ്റെ സുരക്ഷയ്ക്കെത്തിയത് ദേശീയ ഏജൻസികൾ മാത്രമാണ്. അവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും കേരള പോലീസ് ഞെട്ടി ഉണർന്ന് വന്നിട്ടുള്ളത് പോലും. വളപട്ടണം IS റിക്രൂട്ട്മെന്റ്, തൊണ്ടയാട് വെടിയുണ്ട കേസ്, 3 പേരുടെ മരണത്തിനിടയാക്കിയ കോഴിക്കോട് എലത്തൂർ ട്രെയിൻ കത്തിക്കൽ കേസ്, തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ നിന്ന് മറ്റൊരു IS തീവ്രവാദിയായ മലയാളിയായ ആഷിഫിനെ അറസ്റ്റ് ചെയ്ത കേസ്, ഇതിലെല്ലാം NIA മുന്നിട്ടിറങ്ങിയാണ് തീവ്രവാദികളെ പിടികൂടിയിട്ടുള്ളത്. NIAയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ISന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്നാണ് വിവരം. എന്നിട്ടും കേരളത്തിലെ ഭരണകൂടം ഉറക്കം തുടരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കേരള പോലീസിലുള്ളത് ഭാരതത്തിലേക്കും വെച്ച് ഏറ്റവും മിടുക്കന്മാരായ പോലീസ് ഓഫീസർമാരാണ്. എന്നിട്ടും നാടിനെ ചാമ്പലാക്കാൻ ഇറങ്ങിത്തിരിച്ച ഇത്തരം തീവ്രവാദികൾക്കെതിരെ നടപടികൾ കൈക്കൊള്ളുവാൻ കഴിയാതെ പോകുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പകച്ചു നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു വിവാദ നായിക ഉയർത്തിവിട്ട ദുർഭൂതത്തിൻ്റെ പുറകെ വർഷങ്ങളോളം ചാനൽ ചർച്ചകളും ഇല്ലാത്ത തെളിവുകൾ തേടിയുള്ള പരക്കം പാച്ചിലുമായി നിത്യേനയെന്നോണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം തീവ്രവാദ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ മടിക്കുന്നു എന്ന് മാത്രമല്ല, അർഹിക്കുന്ന പ്രാധാന്യം പോലും ആ വാർത്തയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതും അമ്പരപ്പുളവാക്കുന്നതാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വോട്ട് ബാങ്കാണ് പ്രശ്നം. എന്നാൽ മാധ്യമങ്ങളെ സംബന്ധിച്ചാകട്ടെ അവർക്ക് ലഭിക്കുന്ന കോടികളുടെ പരസ്യവും ഒപ്പം മറ്റ് പാരിതോഷികങ്ങളും. തങ്ങൾ ഇരിക്കുന്ന കൊമ്പുകൾ തന്നെ മുറിക്കുന്നത് പോലെയാണ് സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നിലപാടുകൾ. അത് അവരുടെ മാത്രമല്ല, ഈ നാടിന് മുഴുവൻ ആപത്തായി തീരുകയും ചെയ്യും. വിശുദ്ധനും സത്യസന്ധനും നീതിമാനുമായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആഗോള സ്ത്രീത്വത്തിന് തന്നെ അപമാനമായ ഒരു സ്ത്രീയുടെ നികൃഷ്ടമായ അസംബന്ധ കഥകളിലൂടെ സോളാർ കേസിൽ കുരുക്കി ഇല്ലായ്മ ചെയ്യാൻ അവളെ ഇടം വലം പറഞ്ഞ് നടത്തിച്ചവർ നടത്തിയ അതിക്രൂരവും മനുഷ്യത്വരഹിതവുമായ കരിങ്കാലിപ്പണികളുടെയും ഗൂഢാലോചനകളുടെയും വസ്തുനിഷ്ഠമായ തെളിവുകളുമായി ഗവൺമെൻറ് തന്നെ നിയോഗിച്ച CBI സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പുറത്തു വരുമ്പോൾ കേരളം മുഴുവൻ കടുത്ത ധാർമ്മിക രോഷത്താൽ നിറയുകയാണ്. താൻ വിശ്വസിച്ച സത്യദൈവത്തിൽ അടിയുറച്ച് ജീവിച്ച് സുതാര്യമായ പൊതുജീവിതം നയിച്ച ഉമ്മൻചാണ്ടി എന്ന പാവം മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത് അധികാര കസേര ഉറപ്പിക്കുവാൻ അധികാര കൊതിയന്മാരായ ചില മനുഷ്യർ നടത്തിയ വേട്ടയാടലും അതിനുവേണ്ടി അവർ അവലംബിച്ച മാർഗങ്ങളും മറനീക്കിക്കൊണ്ട് പുറത്തു വരുമ്പോൾ തരിച്ച കതറ് പോലെ തന്നെ വെണ്മയുള്ള തൻ്റെ ജീവിതം ഒരു പുസ്തകം പോലെ തുറന്നു വച്ച് സ്വന്തം വീടിനേക്കാൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ
വേണ്ടും പോലെ ഉറങ്ങാതെയും ഉണ്ണാതെയും ഒരുങ്ങാതെയും അലഞ്ഞിട്ടും മനുഷ്യ പിശാചുക്കളാൽ കേട്ടാലറയ്ക്കുന്ന തരം ഹീനമായ ആരോപണങ്ങളാൽ അതിക്രൂരമായി വേട്ടയാടപ്പെട്ടപ്പോഴും തൻ്റെ ദൈവത്തിലും തൻ്റെ നിരപരാധിത്വത്തിലും വിശ്വസിച്ച് കാത്തിരുന്നിട്ടും പൊടുന്നനവെ വിടവാങ്ങിപ്പോയ ഉമ്മൻചാണ്ടി എന്ന ആ പുണ്യാത്മാവിനെ ഓർത്ത് കേരളം മുഴുവൻ ഇപ്പോൾ തേങ്ങുകയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനും ചീഫ് വിപ്പായിരുന്ന PC ജോർജിനും ഈ ഗൂഢാലോചനയിൽ നിർണായകമായ റോളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് തനിക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യമായ PC ജോർജ് ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് ഉറച്ച ബോധ്യം വന്ന നിമിഷം തന്നെ അത് ഏറ്റുപറഞ്ഞ് ആ ഗൂഢാലോചനയിൽ നിന്ന് പുറത്തു കടന്നു. VSന്റെ ഭരണകാലത്ത് കുപ്രസിദ്ധിയാർജിച്ച ദല്ലാൾ നന്ദകുമാരും ഗണേഷ് കുമാറും തൻ്റെ സഹായിയും സോളാർ തട്ടിപ്പുകാരിയും അധികാരകാംക്ഷികളും ഒത്തുചേർന്ന് ഇടത്ത് തുടങ്ങിയ ഹീനമായ ഗൂഢാലോചനയ്ക്കും ആരോപണത്തിനും ബലമേകാൻ ചിലർ ആവശ്യപ്പെട്ട UDF നേതാക്കന്മാരുടെ എല്ലാം പേര് ചേർത്ത് പരാതിക്കാരിയെ കൊണ്ട് ജയിലിൽ വെച്ച് ഒന്നിനു പുറകെ ഒന്നായി കത്തുകൾ എഴുതിച്ചു. ഈ കത്തുകളെല്ലാം സമാഹരിച്ച CBI ഗണേഷ് കുമാറിൻ്റെ സഹായത്തോടെ കുറ്റസമ്മത മൊഴി കൂടി രേഖപ്പെടുത്തിയാണ് സത്യവാങ്മൂലം തയ്യാറാക്കിയത്. ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു. രോഗപീഠകൾക്കിടയിലും അത് അദ്ദേഹം അറിഞ്ഞിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ച് തൻ്റെ നിരപരാധിത്വം വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കാണാനും അഭിവാദ്യം ഏറ്റുവാങ്ങുവാനും ആ പുണ്യാത്മാവ് നമുക്കിടയിൽ ഇല്ലാതെ പോയത് അപരിഹാര്യമായ സങ്കടം തന്നെയാണ്. ഒരു സ്ത്രീയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ കത്ത് ആധികാരിക രേഖയായി മാറുന്ന അത്ഭുതത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ കഴിഞ്ഞ 8ലധികം വർഷങ്ങളായി നടക്കുന്ന മാറ്റങ്ങളും അധികാര കൈമാറ്റങ്ങളും വളരെ വലുതാണ്. എന്നാൽ എല്ലാത്തരം ഗൂഢാലോചനകൾക്കും മുകളിലാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ നിയന്ത്രണം. ഒന്നും ഒരിക്കലും വെളിച്ചത്താകില്ലെന്ന് കരുതി പിതാവിനെ പോലെ സ്നേഹിച്ച ഉമ്മൻചാണ്ടിയുടെ കുതികാലിനിട്ട് വെട്ടാൻ തൻ്റെ മന്ത്രിസഭയിൽ തന്നെ കൂടെ നിന്നവർ പോലും കാട്ടിയ പൈശാചികമായ നീക്കങ്ങൾ ആരെയും അങ്കലാപ്പിലാക്കാൻ പോകുന്നത് തന്നെയാണ്. ഇനിയും ഈ കേസിൽ തനിക്കുണ്ടായ മാനനഷ്ടത്തിനും സമയനഷ്ടത്തിനും പരിഹാരം ആവശ്യപ്പെട്ട് അന്യായം ഫയൽ ചെയ്യാൻ ഉമ്മൻചാണ്ടി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. പകരം വന്ന ചാണ്ടി ഉമ്മനാകട്ടെ അതിന് മുതിരുന്നില്ലെന്ന് മാത്രമല്ല, ആകെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പ്രതീതി ജനിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു നീതിമാന്റെ അങ്കിക്കായി ചീട്ടിട്ട കാട്ടുനീതിയുടെ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോൾ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം: അതിക്രൂരമായ വേട്ടയാടലുകൾക്ക് നടുവിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്ന നിരപരാധി ഉതിർത്ത നെടുവീർപ്പുകളുടെ മേൽ നീതിയുടെ വിചാരണ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. വിധി പിന്നാലെ വരുന്നുണ്ട്, കാത്തിരിക്കാം നമുക്ക്. നീതിമാന് പ്രതിഫലവും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവവുമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും എന്നാണ് വേദപുസ്തകം പറയുന്നത്. കേരളത്തിലെ ഇതര മതവിഭാഗങ്ങളും സമുദായങ്ങളും കൃത്യമായ വീക്ഷണത്തോടും ആസൂത്രണത്തോടും കൂടെ അവരുടെ നിലനിൽപ്പിനും ക്ഷേമത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയപ്പോൾ സമാധാനത്തിലും സമവായത്തിലുമൊക്കെ ഊന്നി അല്പം സാവകാശപ്പെട്ടിട്ടായാലും കുഴപ്പമില്ല, തങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കുമെന്ന് കരുതി കാത്തിരുന്ന ക്രൈസ്തവ സമൂഹം വാസ്തവത്തിൽ ആസൂത്രിതമായി തന്നെ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. അതവർ മനസ്സിലാക്കിയത് തങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ പദവി കൈയാളുന്നവർ പോലും വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും വഴിത്താരയിൽ ബഹുശതം ദൂരം താണ്ടി മുന്നേറിയപ്പോഴാണ്. അത്തരം വേർതിരിവുകൾക്കും പക്ഷപാതങ്ങൾക്കുമെതിരെ ക്രൈസ്തവ സമൂഹം കാലങ്ങളായി നടത്തിയ പ്രതിഷേധങ്ങളുടെ പരിണിതഫലമെന്ന വണ്ണം ക്രൈസ്തവരുടെ ക്ഷേമമുറപ്പിക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷനെ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് അവർ നോക്കിയത്.
2020 രൂപീകരിച്ച കമ്മീഷൻ സമഗ്രമായ അവലോകനങ്ങളും പഠനങ്ങളും നടത്തി. വിവിധ ക്രൈസ്തവ നേതാക്കന്മാരെ കണ്ട് ചർച്ച നടത്തി. 5 ലക്ഷത്തിനടുത്ത് പരാതികളും നിർദ്ദേശങ്ങളും പരിശോധിച്ച് അവയിൽ നിന്നും സ്വാംശീകരിച്ചെടുത്ത റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം ക്ഷേമവും നീതിയും ഇനിയും അകലെയാണെന്നുള്ള സത്യത്തിന് അടിവരയിട്ടുകൊണ്ട് ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കമ്മീഷൻ രൂപീകരണത്തിന് മുൻപും പിൻപും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ദീപികയുടെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടും ക്രൈസ്തവരുടെ ക്ഷേമവും വീണ്ടും ചർച്ചയിൽ ഇടം പിടിക്കുന്നത്. ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായ മാറ്റം ഉണ്ടാകണമെന്നുള്ള താല്പര്യം ഭരിക്കുന്ന സർക്കാരിന് ഇല്ലെന്നുള്ള കാര്യം ഇതിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിരുന്നു ഈ കമ്മീഷൻ രൂപീകരണമെന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സാമൂഹ്യ നിരീക്ഷകനും ക്രൈസ്തവരുടെ ക്ഷേമത്തിന് വേണ്ടി നിരന്തരം നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയുമായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ ഷെക്കൈന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് പങ്കുവച്ചത്. സർക്കാരിന്റെ നിലപാടുകളെയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ 4 മാസമായിട്ട്, അതായത് 2023 മെയ് മാസം 17-ാം തീയതി സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ മേലെ ഗവൺമെന്റ് അടയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ല. കാരണം അത് വളരെ കൃത്യമാണ് ഗവൺമെന്റിന്റെ പോളിസി എന്താണ്. നാളുകളായി ക്രൈസ്തവ സമൂഹം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല അനീതികൾക്കുമെതിരെ സ്വരമുയർത്തുന്നതോടൊപ്പം തന്നെ ദളിതരുടെയും പിന്നോക്കക്കാരുടെയും കാർഷിക മേഖലയിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെയും തീരദേശ ജനതയുടെയും ഒക്കെ മേഖലകളിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ധാരാളം നിവേദനങ്ങൾ ഓരോ സഭാ വിഭാഗങ്ങളായിട്ടും ക്രൈസ്തവ സമൂഹം ഒന്നിച്ചായിട്ടും KCBCയും ഒക്കെ നേതൃത്വത്തിലും അതുപോലെ ഓരോ സഭാ വിഭാഗങ്ങളുടെ നേതൃത്വമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ കൊടുത്തുകൊണ്ടിരുന്ന ഈ നിവേദനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിലും ഇലക്ഷൻ സമയത്ത് ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ ഉള്ളൊരു ചിന്ത കൂടെ വന്നതുകൊണ്ടുമാണ് ചാടിക്കേറിയൊക്കെ ഈ ഒരു ഇലക്ഷന്റെ സമയത്തൊക്കെ നടത്തിയ ഒരു കളികളുടെ ഭാഗമായിട്ടാണ് കോശി കമ്മീഷനെ പെട്ടെന്ന് തന്നെ നിയമിക്കാനുണ്ടായ ഒരു കാരണം. അപ്പൊ ഇതിന് പുറകില് ക്രൈസ്തവ സമൂഹം നാളുകളായി ഉയർത്തിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും, അതോടൊപ്പം ഇവിടെ ഒരു സമൂഹം ഇത് ഇങ്ങനെയുള്ള അർഹമായ പല കാര്യങ്ങളും ലഭിക്കാതെ നീതി നിഷേധിക്കപ്പെട്ട് നിൽക്കുമ്പോൾ മറു സൈഡിൽ മറ്റു പല സമുദായങ്ങൾക്കും ഇതിനപ്പുറത്ത് അല്ലെങ്കിൽ ഇതിലും നല്ല ബെറ്റർ ആയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉള്ളവർക്ക് പോലും പല രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും പല രീതിയിലുള്ള അവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നത് കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെതിരെയുള്ള ഒരു വിവേചനത്തെ ജനം ഉയർത്തി കാണിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ഒരു ശ്രദ്ധ മാറ്റുവാനും അതിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റിക്കൊണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമല്ലാതെ ഇതിന്റെ പുറകിൽ ഇവിടുത്തെ പീഡിത ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ എല്ലാ രീതിയിലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ ഇടപെടണം എന്നുള്ള ഒരു ലക്ഷ്യം ഈ കോശി കമ്മീഷനെ നിയമിക്കുമ്പോൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ്. കാരണം തുടർന്നുള്ള പ്രവർത്തനം നോക്കിയാൽ മതി. ഈ കോശി കമ്മീഷനെ 2020 നവംബർ 5-ന് നിയമിച്ചതിന് ശേഷം ഒരു വർഷം മിച്ചം വെറും ഒരു ക്ലർക്കിനെയും കൊണ്ട് മാത്രം ഒരു ഓഫീസ് പോയി, ഒരു സെക്രട്ടറിയും ഒരു ക്ലർക്കും മാത്രം ഇരുന്നുകൊണ്ട് ഒരു ഓഫീസ് പോയി. അവിടെ ലഭിച്ചുകൊണ്ടിരുന്ന പരാതികളൊന്ന് സോർട്ട് ചെയ്യാൻ പോലെയുള്ള സ്റ്റാഫ് ഇല്ല. ഇത് ഈ വരുന്ന സാധനങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് അടിച്ച് പ്രിന്റ് എടുത്ത് വെക്കാൻ പേപ്പർ ഇല്ലാത്തൊരവസ്ഥ. അത് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ഇതിനൊക്കെ എന്നാണ് ഗവൺമെന്റ് ഫണ്ട് കൊടുത്തതെന്നും എന്ന് തൊട്ടാണ് അവർക്ക് പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ സാധിച്ചിരുന്നത് എന്നും
ഒക്കെ കൃത്യമായിട്ട് ഗവൺമെന്റ് കയ്യിൽ രേഖകളുള്ളതാണല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്നതിനകത്ത് ഒരു കൂട്ടിച്ചേർക്കലും ഒരു കുറയ്ക്കലും ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഗവൺമെന്റിന് ജനങ്ങളുടെ മുമ്പിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ ഈ 60 ലക്ഷത്തിലധികം വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ്. നമ്മൾ പുറമേ നിന്ന് വാച്ച് ചെയ്യുമ്പോഴും ഇതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലും ഇതെല്ലാം ഭംഗിയായിട്ട് ഈ കമ്മീഷൻ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷ ഇതാണ്, ഇതൊന്നും സംഭവിക്കത്തില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളൊക്കെ നിയമിച്ച കമ്മീഷനുകളുടെ പലതിന്റെയും അവസ്ഥ പോലെ തന്നെ ഇതും പെട്ടിക്കാത്തിരിക്കാനാണ് സാധ്യത കാണുന്നത്. എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരുന്നു സർക്കാരിൻ്റെ ക്രൈസ്തവ ക്ഷേമ താല്പര്യമെന്ന കാര്യത്തിന് ഇവിടെ കൂടുതൽ വ്യക്തത കൈവന്നിരിക്കുകയാണ്. ക്രൈസ്തവർക്ക് മാത്രം അവകാശപ്പെട്ട ആനുകൂല്യങ്ങളും ക്ഷേമങ്ങളും വിതരണം ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ ഒരു ചില്ലിക്കാശ് പോലും അതിനുവേണ്ടി ചെലവാക്കാൻ ഫണ്ടില്ലാതെ വരുന്നത് അങ്ങേയറ്റം പക്ഷപാതപരമായ കാര്യം തന്നെയാണ്. ലക്ഷക്കണക്കിന് തുക ശമ്പളം കൊടുത്ത് വിവിധ തസ്തികകളിൽ ആളുകളെ കൊടിയുരുത്തുവാൻ സർക്കാരിന് ഫണ്ടുണ്ട്. ക്ലിഫ് ഹൗസിന് ചുറ്റുമതിലും പശുത്തൊഴുത്തും പിന്നെ നീന്തൽക്കുളവും പണിയാൻ ആവശ്യത്തിന് ഫണ്ടുണ്ട്. ആഡംബര കാറുകളും ഹെലികോപ്റ്ററുകളും വാങ്ങാൻ ധാരാളം ഫണ്ടുണ്ട്. 2000 കോടി രൂപ കടമെടുത്തിട്ടായാലും ഫ്ലൈറ്റിന് 1700 രൂപയുടെ ഓണസദ്യ വിളമ്പാനും സർക്കാരിന് ഫണ്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യവും ക്ഷേമവും ലാക്കാക്കി ചെലവഴിക്കുവാൻ ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിന് ഫണ്ടായി ഇല്ലാത്തത് കേവലം യാദൃശികമായ ഫണ്ട് ഷോർട്ടേജായി കണ്ട് തള്ളിക്കളയാൻ കഴിയുമോ? സ്വന്തമായി കൊടിയും ചിഹ്നവുമായി ക്രൈസ്തവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിലപേശൽ നടത്താനോ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥിരം പിന്നണിയിൽ തുടർന്ന് ഊഴങ്കാത്ത് അധികാരങ്ങൾ കൈയാളാനോ മെനക്കെടാതെ ക്രൈസ്തവ സഹജമായ അച്ചടക്കങ്ങളോടെ നിഷ്പക്ഷമായ നിലപാടുകൾ ഉയർത്തി അപ്പപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സമുചിതമായ തീരുമാനങ്ങളും പിന്തുണകളുമാണ് ക്രൈസ്തവ സമൂഹം ഇന്നുവരെ കൈക്കൊണ്ടുപോകുന്നത്. സംയമനത്തിൽ അധിഷ്ഠിതമായ ഇത്തരം നിലപാടുകൾക്ക് അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ കൊടുക്കേണ്ടി വന്ന വിലയും കനത്തതായിരുന്നു. ഇതര സമുദായങ്ങൾ വോട്ട് വിഹിതം ഉയർത്തിക്കാട്ടി അവരുടെ സാമുദായിക അടിത്തറ ശക്തമാക്കുകയും ബോർഡുകളും മറ്റും സ്വായത്തമാക്കി അവരുടെ ഗാർഹികവും മതപരവും സാമൂഹികവുമായ നിർവഹണങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയപ്പോൾ അവിടെയും പരിത്യജിക്കപ്പെട്ട് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് ക്രൈസ്തവ സമൂഹം മാത്രമായിരുന്നു. ക്രൈസ്തവർക്ക് കൂടി ക്ഷേമം തത്തുല്യം ചാർത്താൻ നിയോഗിക്കപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നിരന്തരമായി മുസ്ലിം വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് തീരെഴുതി കൊടുക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത ക്രൈസ്തവ വിരോധിയായ KT ജലീൽ കൈവശം വെച്ച വകുപ്പ് ക്രൈസ്തവ പ്രതിഷേധത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഏറ്റെടുത്തെങ്കിലും പ്രതിഷേധങ്ങൾ തണുത്തപ്പോൾ വീണ്ടും V. അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ മന്ത്രിസഭയിൽ സജി ചെറിയാൻ, വീണ ജോർജ് തുടങ്ങിയ പാർട്ടിക്കാര് ക്രൈസ്തവ മന്ത്രിമാരായി ഉണ്ടായിരുന്നുവെങ്കിലും അവരെ ഒന്നും ഏൽപ്പിക്കാതെയാണ് ഈ വകുപ്പ് വീണ്ടും മുസ്ലിം സമുദായത്തിന് ചാർത്തിക്കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിന് ഔന്നത്യമുണ്ടാകുന്ന കോഷി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിൻ്റെ അനുമതിക്ക് കാത്തിരിക്കേണ്ട ദുരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഷെക്കീന ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ ആ കാര്യം തന്നെയാണ് ഓർമ്മിപ്പിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് ഉണ്ടായിട്ടുള്ള സമീപനം വളരെ വ്യക്തമാണ്. അതിൽ നിന്ന് ഒരു രക്ഷ അല്ലെ തൽക്കാലത്തേക്കുള്ള ഒരു മുട്ടുശാന്തി എന്ന നിലയിലാണ് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും അവര് ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി അവര് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വലിയൊരു വിഭാഗം ശ്രമിച്ചിരുന്നു എന്ന സത്യമാണ്. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഒരുപക്ഷെ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ ചില വ്യവസ്ഥാപിതമായ താല്പര്യങ്ങൾ
ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് എതിരാണെന്ന് വന്നപ്പോൾ അവരെ കൂടെ നിർത്തുവാൻ വേണ്ടി പല വിധത്തിലുള്ള അവസാന നിമിഷത്തെ പെടാപ്പാടുകൾ കുറെ അവർ കാട്ടിക്കൂട്ടി. അതിന്റെ ഫലത്തിൽ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ പക്ഷം നിങ്ങളുടെ കൂടെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ പിണറായി വിജയൻ ആ ഒരു വകുപ്പ് കൈകളിൽ എടുത്തിരുന്നത്. അത് വലിയ പ്രതീക്ഷയോടുകൂടെ വലിയ സന്തോഷത്തോടുകൂടെ ഇവിടുത്തെ ന്യൂനപക്ഷം സമൂഹം സ്വീകരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് മാസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ അതും മുൻപ് KT ജലീൽ കൈകാര്യം ചെയ്ത അതേ മനോഭാവത്തോടുകൂടെ വലിയ താല്പര്യത്തോടുകൂടെ ഒരു പ്രത്യേക സമുദായത്തിന് പ്രത്യേക സമൂഹത്തിന് മാത്രമേ കൊടുക്കാവൂ എന്ന് നിർബന്ധ ബുദ്ധിയാ കാണുന്ന ഒരു വ്യക്തി. നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ വ്യക്തമാണ് ഇദ്ദേഹത്തിന്റെ നിലപാട്, ഇദ്ദേഹത്തിന്റെ ആശയം, ഇദ്ദേഹത്തിന്റെ ചിന്താഗതി എന്താണെന്നുള്ളത്. ആ വ്യക്തികളുടെ കൈകളിലേക്ക് വീണ്ടും ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇത് എത്രമാത്രം ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ബൃഹത്തായ 2 വാല്യങ്ങളായി കമ്മീഷൻ സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ സമഗ്രമായ പ്രതിപാദനം തന്നെയുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരും തീരദേശവാസികളുമാണ് ക്രൈസ്തവരുടെ ഇടയിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ളതെന്നും അവരുടെ ഉന്നമനത്തിന് പ്രത്യേക ഊന്നൽ നൽകണമെന്നും അതുപോലെ മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും നെല്ലും റബ്ബറുമൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ക്രൈസ്തവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനും കടൽ തീരത്ത് താമസിക്കുന്നവരുടെ പുനരധിവാസം കാര്യക്ഷമമാക്കുവാനുമുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് നിഗമനം. എന്തൊക്കെയായാലും ക്രൈസ്തവർക്ക് നേട്ടം ലഭിക്കുന്നതിനുള്ള സാധ്യത ന്യൂനപക്ഷത്തിലെ മറ്റൊരു വിഭാഗമായ മുസ്ലിം സമുദായത്തിന് സിദ്ധിക്കുന്നത് പോലെയും അവരുടെ ക്ഷേമത്തിനുള്ള റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നത് പോലെയും അത്ര എളുപ്പമല്ലെന്നുള്ള യാഥാർത്ഥ്യം വീണ്ടും അടിവരയിടപ്പെടുകയാണ്. ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ പറഞ്ഞതും അത് തന്നെയായിരുന്നു. ജനാധിപത്യ ക്രമത്തില് സംശുദ്ധ ഭരണമാണെങ്കിൽ എല്ലാവരെയും ഈക്വലായി കാണും. അതല്ലെങ്കിൽ അവിടെ നടക്കുന്നത് പലപ്പോഴും വോട്ട് ബാങ്ക് പ്രീണനമായിരിക്കും. ആ വോട്ട് ബാങ്ക് പ്രീണനത്തിലാണ് ഈ കമ്മ്യൂണിറ്റി തമസ്കരിക്കപ്പെട്ടു പോകുന്നത്. അതിനെ ഈ വോട്ട് ബാങ്ക് പ്രീണനത്തെ മൂടിവെക്കാൻ, അതല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങളെ തമസ്കരിക്കാൻ ക്രൈസ്തവ സമുദായം സാമ്പത്തികമായി വെൽ ഓഫ് ആണ് എന്ന് പറയുന്ന ഒരു പെർസെപ്ഷൻ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ പെർസെപ്ഷൻ മറ്റ് സമുദായങ്ങളിലേക്കെല്ലാം പല മേഖലകളിലൂടെ ചില സമുദായം തന്നെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഒരു 10-20 വർഷം നമ്മളത് കാണുന്നതാണ്, 90-കൾ മുതൽ നമ്മളത് കാണുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിട്ട് ഈ സമുദായത്തിന്റെ അർഹതപ്പെട്ടതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിലകൊള്ളാനായിട്ട് സമുദായ മന്ത്രങ്ങൾ നിൽക്കണം. മറ്റ് സമുദായങ്ങളെയും മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളെയും അത്തരത്തിൽ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളൊരു കമ്മീഷൻ റിപ്പോർട്ട് വന്ന് അടങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. കേരള സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള ക്രൈസ്തവരുടെ പരാതികളിൽ നിന്ന് സ്വാംശീകരിച്ച കമ്മീഷൻ റിപ്പോർട്ട് ഏറെക്കുറെ ക്രൈസ്തവ സമൂഹത്തിലെ സമസ്ത മേഖലകളെയും സ്പർശിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്മേൽ ഇനിയും നിഷ്ക്രിയത തുടരാതെ വേണ്ട നടപടികൾ സത്വരമായി തന്നെ കൈക്കൊള്ളേണ്ടതാണ്. കോശി കമ്മീഷൻ റിപ്പോർട്ട് ശരിക്കും ക്രൈസ്തവ സമൂഹത്തിന് ഒരു പിടിവള്ളി തന്നെയാണ്. പക്ഷേ അത് അലമാരയിൽ പൂഴ്ത്തി സർക്കാർ പ്രഹസനങ്ങൾ തുടരുമ്പോൾ ക്രൈസ്തവർക്ക് അർഹവും അനിവാര്യവുമായ ഉദ്ധാരണവും ഉയർത്തെഴുന്നേൽപ്പും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതിലേക്ക് സർക്കാരിൻ്റെ സമഗ്രമായ ശ്രദ്ധ അനിവാര്യമായി തന്നെ പതിയേണ്ടതാണ്. അത് ക്രൈസ്തവരുടെ അർഹതയാണ്, ആരുടെയും ഔദാര്യമല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.